ഹലോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് തന്നെ സ്റ്റാർട്ട് ആവുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ഇന്ന്. അങ്ങനെ സുൻജ ഇപ്പോ അവന്റെ സ്കൂളിലെ ഗാർഡൻ ഇടിച്ചു പൊളിക്കാന്ന് അറിഞ്ഞ ഉടനെ ഇവൻ പണ്ട് ഇൻസോളായിട്ട് പ്രോമിസ് ചെയ്ത പോലെ ആ കുഴിച്ചു വെച്ച സാധനം എടുക്കാൻ വേണ്ടി അവൻ അവിടേക്ക് ചെല്ലും. അങ്ങനെ അവന് മാസമായിട്ട് അവളന്ന് ആ സാധനം കുഴിച്ചെടുക്കുമ്പോഴാണ് ഒരു സെലിബ്രിറ്റിക്ക് എന്ത് ഇവിടെ കാര്യം പറഞ്ഞ് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഷോക്കായിരിക്കും. പക്ഷെ അവനൊന്നും അത് മൈൻഡ് ചെയ്യാതെ എന്നെ വിളിക്കാതെ ഒറ്റയ്ക്ക് കുഴിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞ് അവന് ഇൻസോൾ കുഴിച്ചു വെച്ച ആ സാധനം എടുത്തോണ്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും. അതിനുശേഷം അവൻ ഓരോ ദിവസം ആ ബ്രിഡ്ജിന്റെ അവിടെ ചെന്നിട്ട് നമ്മൾ പ്രോമിസ് ചെയ്തപോലെ ആ സാധനം ഞാൻ കുഴിച്ചെടുത്തെന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ ഇവര് പ്രോമിസ് ചെയ്ത പോലെ കറക്റ്റ് ന്യൂ ഇയറിന്റെ അന്ന് തന്നെ ഇവൻ അവൾക്ക് വേണ്ടി ആ ബ്രിഡ്ജ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് കുറെ സമയമായിട്ടും അവൾ അവിടെ എത്തിക്കാണത്തില്ല. കാരണം ഈ സമയത്താണ് അവൾ ടൈം ട്രാവൽ ചെയ്ത് മറ്റേ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. അങ്ങനെ അതുകൊണ്ട് അവൾ ഇപ്പൊ അവിടെ ആയതുകൊണ്ട് ഇവൻ അതൊന്നറിയാതെ അവൾ വരും എന്ന് പറഞ്ഞ് കുറെ സമയം തണുപ്പത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ് അവന്റെ സെക്രട്ടറി തന്നെ ഫോൺ വിളിച്ച് വഴക്കറിയും, എടാ സുൻജയ, നീ എന്തോടാ ബ്രിഡ്ജിന്റെ അവിടെ തണുപ്പത്ത് ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? നിനക്ക് അവിടെ നിന്ന് ഫാൻസ് മീറ്റിംഗ് നടത്തണം. ഏതിന് അവനും ദേഷ്യപ്പെടുമ്പോഴാണ് ഞാൻ ഇവിടെ ഉള്ള കാര്യം നിനക്കെങ്ങനെ അറിയാന്ന് പറഞ്ഞ് അവൻ ഷോക്കാവും. അപ്പോഴാണ് ഇത് കേട്ട് സെക്രട്ടറിയും, ബെസ്റ്റ്, നിന്നെ കുറെ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഫോട്ടോ എടുത്ത് അവർ ഫുള്ള് വൈറലായിക്കൊണ്ടിരിക്കുക, നിന്റെ പുതിയ ഷൂട്ടിംഗ് ആ ബ്രിഡ്ജ് വെച്ച് നടക്കാൻ പോകുന്ന പറഞ്ഞു. മര്യാദയ്ക്ക് നീ അവിടെ സ്ഥലം വിട്ടെ എന്ന് ഇവനും പറയുമ്പോഴാണ് സുൻജയ മൊത്തം ഷോക്കായിട്ട് ശരിയെന്നാ, പക്ഷെ ഞാനിവിടെ ഒരാളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞങ്ങള് ഫിക്സ് ചെയ്ത ടൈം കഴിഞ്ഞപ്പോ അരമണിക്കൂറായി, ഇനി ആ വ്യക്തി എന്നെ കാണാൻ വരുമോ ഏതിന് ഇവനും ചോദിക്കുമ്പോൾ ഇത് കേട്ട് സെക്രട്ടറിയും, ആ ചുമ്മാ അതല്ല അവിടെ കുത്തിയിരിക്കുന്നല്ലേ, എങ്കിൽ പിന്നെ എപ്പോഴാ ആ വ്യക്തി നിന്നെ കാണാൻ വരാന്ന് പറഞ്ഞ? ഏതിന് സെക്രട്ടറി ചോദിക്കുമ്പോഴാണ് അവൻ ആലോചിച്ചിട്ട്, അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താ പറഞ്ഞ, ഇന്ന് കറക്റ്റ് അവൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. എന്നിനെ സുൻജയ പറയുമ്പോഴാണ് ഇതോടെ അവന് മൊത്തം ടെൻഷനായിട്ട്, എന്റെ പൊന്നു സുൻജയ, ഇത്രക്ക് പാവപ്പെട്ടവനാണ് നീ, ഇത്രക്ക് ഇന്നസെന്റ് ആവില്ല മോനെ നീ, ഒരുപക്ഷെ അവൾ ഇനി നിന്നെ കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞായിരിക്കും. ഏതിന് അവനും പറഞ്ഞോടെ ഇത് കേട്ട് സുൻജയും ഒരുപക്ഷെ അവളെന്നെ കാണാതിരിക്കാൻ വേണ്ടി ചുമ്മാ കള്ളം പറഞ്ഞായിരിക്കും. ഏതിന് അവനും ആ സാധനം എടുത്തോണ്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും. അപ്പനാണ് അതിനകത്ത് അവൾ എഴുതി വെച്ച ലെറ്റർ അവൻ കാണുന്നത്. അങ്ങനെ അതും അവൻ വായിച്ചു നോക്കുമ്പോഴാണ് ഇവനിപ്പോ ജീവനോടുണ്ടെങ്കിൽ അതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് അവൾ അതിനകത്ത് എഴുതിയേക്കും. കാരണം അവന്റെ മരണത്തിന് തടയാൻ വേണ്ടിയാണ് അവൾ കറക്റ്റ് ഈ സമയത്ത് ഇത് കുഴിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ട് ആ ഗിഫ്റ്റ് കണ്ടിട്ട് അവനൊന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് അടുത്ത സീനി ഇവൻ ആ മ്യൂസിക് ഷോ കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്നിരിക്കുമ്പോഴാണ് അവിടെ ഇംസോൾ എന്ന ഫ്ലവേഴ്സ് ആണെന്നത്. അങ്ങനെ ഇത് കണ്ട് അവനും മൊത്തം ഷോക്കായിട്ട് ഇവനെ കാണാമെന്ന പെങ്കൊച്ചിന്റെ പേര് ഇംസോൾ ആണെന്ന് ചോദിക്കുമ്പോഴാണ് സെക്രട്ടറിയും അങ്ങനെ എങ്ങാണ്ടാ പറഞ്ഞെന്ന് അവനും പറയും. അതോടെ പെട്ടെന്ന് അവൻ അപ്പം തന്നെ പുറത്തേക്ക് ചെന്ന് ഇംസോൾ ഉണ്ടെന്ന് നോക്കും. പക്ഷെ ഇവനെ കാണാൻ പറ്റാത്തോണ്ട് അവൾ അവന് വേണ്ടി ആ ബ്രിഡ്ജ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഈ സമയത്ത് അപ്പനാണ് സുൻജ അവൾ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവന്റെ ഫാൻസ് എല്ലാവരും കൂടെ അടുത്തേക്ക് ഓടിച്ചില്ലും. അതിനുശേഷം അവിടുത്തെ ബോഡി ഗാർഡ്സ് ഒക്കെ അവരെ പിടിച്ചു മാറ്റിയിട്ട് ഇവനെ സേഫ് ആയിട്ട് കാറി കൊണ്ടാക്കും. അങ്ങനെ അവൻ അവളുടെ വിസിറ്റിംഗ് കാർഡ് കണ്ടോണ്ട് ഒരുപക്ഷെ അവള് മിക്കവാറും ആ ബ്രിഡ്ജ് വെയിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവന്റെ സെക്രട്ടറിയോട് അവിടേക്ക് ചെല്ലാൻ പറയും. അങ്ങനെ അതുകൊണ്ടാണ് അവനിപ്പോ അവളെ കാണാൻ വേണ്ടി അവിടേക്ക് വന്നത്, അല്ലാതെ മുമ്പത്തെ പോലെ അവൻ പോകുന്ന വഴിക്ക് അവളെ മീറ്റ് ചെയ്തല്ല. അങ്ങനെ കുറെ വർഷത്തിന് ശേഷം ഇംസോളിനെ അവൻ കണ്ടതോടെ അവന് മൊത്തത്തിൽ ഇമോഷണലായിട്ട് പുറയുന്ന അവൾക്ക് ഫോൺ വിളിക്കും. അപ്പോഴാണ് ഇവൻ ഇവിടേക്ക് വന്ന കാര്യം അറിഞ്ഞ് അവള് ഷോക്കായി തിരിഞ്ഞ് അവനെ നോക്കും. കാരണം അവള് മനസ്സിൽ വിചാരിച്ചോണ്ടിരുന്നത് ഇവൻ എന്ത് കാരണവശാലും ഇവിടേക്ക് വരലെന്നാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തോടെ സംഭവിക്കുമെന്ന് അവള് മൊത്തത്തിൽ പേടിച്ചിരിക്കുക. അതിനുശേഷം ഇവരുടെ സംസാരിക്കുമ്പം അവിടേക്ക് സെക്രട്ടറി വന്നിട്ട് ഇവന് പാർട്ടിക്ക് പോകാൻ സമയം എന്ന് പറയുമ്പോഴാണ് അതേസമയം ഇവൻ എങ്ങനെയൊക്കെ തടഞ്ഞിരുത്തണം എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് ഇംസോൾ അവനെ തടയും. ഇത് കേട്ടതോടെ അവനും മൊത്തം ഷോക്കായിട്ട് തീർച്ചയായും നമുക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ അപ്പം തന്നെ ആ പാർട്ടി എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഇവളുടെ കൂടെ അവിടെ നിന്ന് പോകും. അങ്ങനെ കുറച്ചു ദൂരം പോയിട്ട് അവളിപ്പോ നമ്മൾ എവിടേക്കാ പോന്നേന്ന് ചോദിക്കുമ്പോഴാണ് അവനും ദൂരെയുള്ള ഒരു ഹോട്ടൽ കാണിച്ചിട്ട് നമ്മളിപ്പോ ആ ഹോട്ടലിലേക്കാ പോന്നേന്ന് പറയും. അപ്പോഴാണ് അവള് പെട്ടെന്ന് കൺഫ്യൂസ് ആവും, ദൈവമേ, ഇന്നത്തെ രാത്രി ഞാൻ ഫുൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞപ്പം ഇവനത് വേറെ രീതിക്ക് തെറ്റിരിച്ചു. എന്നിട്ട് അവള് മൊത്തത്തിൽ പേടിച്ചിട്ട് അവന്റെ കൂടെ ഇങ്ങനെ പോകും. സുൻജയ, നീ ഒന്ന് തെറ്റിരിക്കല്ലേ, ഞാനാ നിന്നോട് ഇന്നത്തെ രാത്രി ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് വേറെ രീതിയില്ല എന്നിട്ട് ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനൊന്നും മനസ്സിലാവാതെ, എംസോൾ, അപ്പൊ ഞാൻ എന്ത് രീതിയിലാണ് ഉദ്ദേശിച്ചെന്ന് നീ വിചാരിക്കുന്നത് എന്നിട്ട് ഇവനും ചോദിക്കും. അപ്പോഴാണ് അവളും ടെൻഷനായിട്ട്, അല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഒരു പ്രായമായ മിടുക്കന്, അതുകൊണ്ട് നിനക്ക് പലതരത്തിൽ മൈൻഡൊക്കെ പോകുന്ന എനിക്കറിയാം, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് വേറെ എവിടെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാന്ന്, നമുക്ക് ഇവിടെ അല്ലാതെ വേറെ എവിടെ വേണമെങ്കിലും പോവാം എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവിടേക്ക് ഒരു സ്റ്റാഫും വന്നിട്ട് ഇവർക്ക് വേണ്ടി ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്നത് ഇവൻ ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവന്നത് ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടിയാണ്. അതോടെ അവൾ മൊത്തത്തിൽ നാണം കിട്ടോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവനത് മനസ്സിലായി ചിരിച്ചോണ്ട് അകത്തേക്ക് കയറി ചെല്ലും. അതിനുശേഷം ഇവളൊന്നും പറയാൻ സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴാണ്
ഇത് കണ്ടിട്ട് അവനും പിന്നെ ഇംസോൾ നിനക്ക് എന്നോടൊന്നും പറയാനില്ല, ഇന്നത്തെ രാത്രി ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇങ്ങനെ മിണ്ടായിരുന്നു എങ്ങനെ? ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവളും കുറച്ച് ഷൈയായിട്ട് സുൻജയ അന്ന് ഞാൻ നിന്നെ വെള്ളത്തിൽ തള്ളിയിട്ടെന്ന് എനിക്ക് അറിയത്തില്ല, അതറിയാതെ പറ്റിപ്പോയതോ, സോറി. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും അതൊക്കെ ഞാൻ മറന്ന്, നീയാന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ പോലീസിനോട് ഇനി നിന്നെ ശല്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല, നിനക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഏതിന് ഇവനും ചോദിക്കുമ്പോൾ അവള് വേറെ എന്തിനെ കുറിച്ചാ സംസാരിക്കേണ്ടതെന്ന് അവൾ ആലോചിച്ചോണ്ടിരിക്കും. അപ്പനാണ് ഇവൻ തന്നെ തുറന്ന് സംസാരിക്കും. ഇംസോൾ, ഞാൻ വിചാരിച്ച് നമ്മൾ പണ്ട് പ്രോമിസ് ചെയ്ത പോലെ ആ കുഴിച്ചെടുക്കുന്ന സാധനത്തെ കുറിച്ച് നീ സംസാരിക്കാൻ വന്നതാണ്, പക്ഷെ നീ അത് മറന്നോ? എന്നിട്ട് ഇവൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്കും പിടികിട്ടിയിട്ട് സുൻജയ അപ്പൊ നീ ആ സ്ഥലത്തേക്ക് ചെന്ന് ആ കുഴിച്ചു സാധനം എടുത്തായിരുന്നോ? എന്നിട്ട് ഇവള് ചോദിക്കും. അപ്പനാണ് അവനും ഞാനൊന്നും പോയില്ല, എന്തോ നീ പോയായിരുന്നോ? എന്നിട്ട് ഇവൻ ആക്ട് ചെയ്യുമ്പോഴാണ് അവളും ഞാനും പോയില്ലെന്ന് പറഞ്ഞ് അവനോട് കള്ളം പറയും. കാരണം ഇവൻ ഇപ്പൊ ജീവനോടുള്ളതുകൊണ്ട് ഇനി അത് കുഴിച്ചെടുത്തിട്ട് കാര്യമൊന്നുമില്ലെന്ന് ഇവള് വിചാരിക്കും. അപ്പനാണ് ഇത് കേട്ടതോടെ അവനും മൊത്തത്തിൽ അപ്സെറ്റ് ആയിട്ട് ഞാൻ വിചാരിച്ചു നീ ഏതോ ഗോൾഡൊക്കെ അതിനകത്ത് ഒളിച്ചു വെച്ച പോലെ, പക്ഷെ അവസാനം നീ അത് ചുമ്മാതായെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സങ്കടമായി. അപ്പൊ സത്യത്തിൽ നിനക്കതിനി കുഴിച്ചെടുക്കണ്ട. ഏതിന് ഇവന് ചോദിക്കുമ്പോൾ അവൾ അവനെ നോക്കി ചിരിച്ചിട്ട് സുൻജയ ഞാൻ ആഗ്രഹിച്ചത് എപ്പോഴേ നടന്നു കഴിഞ്ഞ്, അതുകൊണ്ട് ഇനി ആ സാധനം എടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഏതിന് ഇവളും പറയും. അതേസമയം ഇവിടെ കൂട്ടുകാരനും ബാക്കിയെല്ലാ മെമ്പേഴ്സ് ആയിട്ട് പാർട്ടി എൻജോയ് ചെയ്ത് അവനും ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇവന് സോഷ്യൽ മീഡിയക്കകത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാരും സുൻജയ എവിടെ പോയെന്ന് പറഞ്ഞ് കുറെ കമന്റ് ഇട്ടേക്കും. അങ്ങനെ അതിന്റെ കൂടെ തന്നെ സുൻജയ ഒരു പെണ്ണിന്റെ കൂടെ ഒരു ഹോട്ടലിൽ പോകുന്ന കണ്ടെന്ന് പറയുമ്പോഴാണ് ഈ കമന്റ് കണ്ട് കൂട്ടുകാരന് ഷോക്ക് ആയിട്ട് എടാ കൊച്ചുള്ള ഇതൊക്കെ മറ്റുള്ളത് പറഞ്ഞിട്ടാണ് ഞാൻ അറിയണ്ടത്. ഏതിന് അവൻ അപ്പൊ തന്നെ സുൻജയെ ഫോൺ വിളിക്കും. അളിയാ നീ ഏതോ ഒരു പെണ്ണുമായിട്ട് ഹോട്ടലിൽ പോയി അറിഞ്ഞായിരുന്നല്ലേ, എല്ലാവരും കമന്റ് ഇട്ടിട്ട് വേണം ഞാൻ അറിയാനല്ലേ, മര്യാദയ്ക്ക് സൂക്ഷിച്ചൊക്കെ ഇരുന്നോ, പുറത്ത് നിനക്ക് വേണ്ടി റിപ്പോർട്ടേഴ്സ് ഒക്കെ വെയിറ്റ് ചെയ്യായിരിക്കും. ഏതിന് അവനും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അപ്പനാണ് ഇവൻ കുറച്ച് ടെൻഷൻ ആയിട്ടിരിക്കുന്നുണ്ട് അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ചോദിക്കും. അപ്പനാണ് സുൻജയും ഇംസോൾ നമുക്ക് വേറെ ദിവസം സംസാരിക്കാം, ഇന്ന് എന്നെ ഫോളോ ചെയ്ത് കുറെ റിപ്പോർട്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവരൊക്കെ നിന്നെ കാണുവാണ് പിന്നെ നിനക്കതൊരു ശല്യമായിട്ട് മാറിപ്പോ. എന്നിട്ട് അവൻ അവളെ പറഞ്ഞു വിടാൻ നോക്കുമ്പോഴാണ് അവൾ അവനെ പോകണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞുകൊണ്ടിരിക്കും. നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് വേറെ ദിവസം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പനാണ് ഇംസോള് വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനിയിപ്പോ അവൻ ഇവിടെ നിന്ന് പോയാൽ വീണ്ടും പഴയതുപോലെ ആ ന്യൂസ് കാണേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഇവള് ടെൻഷനായിരിക്കുമ്പോഴാണ് ഇവൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും. ആ റിപ്പോർട്ടേഴ്സിന്റെ അടുത്തിരുന്ന് ഇവൾ അവനെ രക്ഷിച്ചോണ്ട് പോവാന്ന്. അങ്ങനെ അതേസമയം സെക്രട്ടറിയും അവന് വേണ്ടി പുറത്ത് കാറി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവളൊരു കൊടയെടുത്ത് മറിച്ചോണ്ട് അവനും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. ഇത് കണ്ട് മറ്റവനും ഞാനിപ്പോ എന്തോ പൊട്ടനായെന്ന് പറഞ്ഞ് അവൻ ഇവരെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇംസോളും അവന്റെ വണ്ടിയിലേക്ക് ഇവനെ കയറ്റുമ്പോഴാണ് ഇവളിപ്പോ എന്തുവാ കാണിക്കുന്നത് അറിഞ്ഞ് അവൻ മൊത്തത്തിൽ കൺഫ്യൂസ് ആകും. അപ്പോഴാണ് അവള് സീറ്റ് മൊത്തത്തിൽ താത്തിട്ട് ഇപ്പൊ സംസാരിക്കാൻ സമയമില്ലെന്ന് അറിഞ്ഞ് അവനെ വിളിച്ചോണ്ട് അവന്റെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. അപ്പോഴാണ് അവളും അവന്റെ കൂടെ തന്നെ വീട്ടിലേക്ക് വരുവാന്ന് പറയുമ്പം ഇത് കേട്ട് അവനും മൊത്തം ഷോക്കായിട്ട് ഇംസോൾ നിനക്ക് എന്റെ വീട്ടിൽ വരണോ, എന്തുകൊണ്ട്? ഏതിന് അവനും ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവളും കുറെ ആലോചിച്ച് നോക്കിയിട്ട് സുൻജയ എനിക്ക് വയറുവേദന എടുക്കുന്നത്, പ്ലീസ് എനിക്ക് നിന്റെ വാഷ്റൂം യൂസ് ചെയ്യണം. എന്നിന് അവളൊരു കള്ളം പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് കയറി പോകും. അപ്പോഴാണ് അതേസമയം കൂട്ടുകാരനാണ് ഇവരെ ഹോട്ടലിൽ നിന്ന് വീട്ടിൽ പോയ കാര്യം അറിഞ്ഞിട്ട് അവനും മൊത്തത്തിൽ പേടിച്ചു. എന്റെ അമ്മ എനിക്ക് ഗെയിം കളിച്ചതിന് ഒരു കട്ടൗട്ട് കിട്ടിയായിരുന്നു, അവസാനം ഞാൻ അവന്റെ വീട്ടിൽ വെച്ചേക്കുക, അത് കാണാനും കുറച്ച് സെക്സി ആണല്ലേ. എന്നിന് ഇവന് സെക്രട്ടറിയോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം സുൻജയ അവളും വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരുമ്പം ഇവൻ ആ കട്ടൗട്ട് കൊണ്ട് മൊത്തത്തിൽ പേടിച്ചു. ഇതാരാടാ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച. എന്നിന് അവനും പേടിച്ച് അവൾ കാണാതിരിക്കാൻ വേണ്ടി മറിഞ്ഞിരിക്കുമ്പോഴാണ് അവൾ എന്തോ സംഭവം എന്ന് പറഞ്ഞ് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും നിനക്ക് വയറുവേദന എടുക്കുന്നവരെ പറഞ്ഞ അവിടെ ഇരിപ്പുണ്ട് വാഷ്റൂം, പെട്ടെന്ന് നോക്കിയോ. എന്നിന് അവളെ അകത്തേക്ക് പറഞ്ഞയച്ച് ഇവനും പെട്ടെന്ന് കട്ടൗട്ട് ഒളിച്ചു വെക്കാൻ വേണ്ടി നോക്കും. എടാ ദ്രോഹി, നിനക്ക് ഇത് എന്റെ വീട്ടിൽ തന്നെ വെക്കണം. ഏതിന് അവന് ഇംസോൾ കാണാതിരിക്കാൻ വേണ്ടി അതെടുത്ത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചു വെക്കുമ്പോഴാണ് അവളത് കണ്ടുപിടിക്കുന്ന അറിഞ്ഞിട്ട് അവന്റെ ബെഡ്റൂമിൽ ചെന്ന് അവനത് ഒളിച്ചു വെക്കും. അതേസമയം അവളാണ് ബാത്റൂമിൽ ഇരുന്നുകൊണ്ട് ഇപ്പൊ നാണക്കേനെ കുറിച്ച് ആലോചിക്കാൻ സമയമില്ലെന്ന് അറിഞ്ഞിട്ട് അവൾ ഇന്നത്തെ രാത്രി ഫുള്ളും അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കും. കാരണം എന്നാലേ അവന്റെ മരണത്തിനെ തടയാൻ പറ്റത്തുള്ളെന്ന് അറിഞ്ഞ്. അപ്പോഴാണ് അതേസമയം അവളുടെ അമ്മ അവളെ ഫോൺ വിളിച്ചു പറയും അവരുടെ വീട്ടിൽ വെള്ളം വരാത്തോണ്ട് തൽക്കാലം ചേട്ടന്റെ വീട്ടിലേക്ക് പോവാന്ന്, അതുകൊണ്ട് ഇവളെയും താമസിക്കാതെ ചേട്ടന്റെ വീട്ടിലേക്ക് വരാൻ പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും പറയും അമ്മ അതൊന്നും കുഴപ്പമില്ല, ഇന്ന് രാത്രി എന്തായാലും ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. എന്നിന് ഇവളും പറയുമ്പം ഇത് കേട്ട് അമ്മയും ഷോക്കായിട്ട് ഇംസോൾ ഇന്ന് രാത്രി വീട്ടിൽ വരുന്നില്ലെന്ന് പറഞ്ഞ് എന്തോ ഉദ്ദേശിച്ച, നീ വല്ല പയ്യന്മാരെ ഡേറ്റ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയാണ് എന്റെ പെർമിഷൻ ഫുള്ള് നിനക്കുണ്ട്, കാരണം എനിക്ക് ഇത്രയും പ്രായമില്ല. എന്നിന് അമ്മയും പറയുമ്പം അവളും ചിരിച്ചോണ്ട് അമ്മ ആഗ്രഹിച്ച പോലെ ഒരു പയ്യനായിട്ട് ഇപ്പൊ താമസിക്കാൻ പോകുന്നതിന് അവൾ അകത്തിരുന്ന് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം പുറത്തുനിന്ന് സുഞ്ചയും കേട്ട് ഷോക്കാവും. അപ്പൊ സത്യത്തിൽ ഇന്ന് രാത്രി എന്റെ കൂടെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണോ നീ ഇവിടേക്ക് വന്ന്? അപ്പൊ നീ എന്നോട് കള്ളം പറഞ്ഞല്ലേ, നിനക്ക് അങ്ങനത്തെ ഉദ്ദേശമൊന്നുമില്ലെന്ന്. എന്നിട്ട് ഇവന്റെ നെഞ്ചിടിപ്പ് സ്പീഡ് ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങും. അങ്ങനെ അതോടെ അവള് പുറത്തേക്ക് വരുന്നുണ്ട്. ഇവനും കൂളായിട്ട് അവിടുത്തെ സോഫയിൽ ചെന്നിരിക്കുമ്പോഴാണ് അതേസമയം അവളും പുറത്തേക്ക് വന്നിട്ട് ഇനി എങ്ങനെ ഇന്നത്തെ രാത്രി ഫുള്ളും ഇവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനെന്ന് ആലോചിച്ചോണ്ടിരിക്കും. കാരണം ഇവള് ബാത്റൂം പോകണമെന്ന റീസൺ കൊണ്ട് ഇപ്പൊ ഇവന്റെ വീട്ടിന്റെ അകത്ത് കയറിയ, അതുകൊണ്ട് വേറെന്തെങ്കിലും റീസൺ കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവളും പെട്ടെന്ന് ഇവന്റെ വീട് ഫുള്ളും ചുറ്റി കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അങ്ങനെ ഈ ഒരു ഡയലോഗ് കേട്ടതോടെ അവന്റെ മൈൻഡ് ഇന്നത്തെ രാത്രി ഫുള്ള് നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് ആ ഡയലോഗ്
ഡയലോഗ് അവന് ഓർമ്മ വരും. അതോടെ അവനും മൊത്തത്തിൽ നെർവസ് ആയിട്ട് അതിനിപ്പോ എന്തുവാ എന്റെ വീട് ഫുള്ള് തന്നെ കാണിച്ചു തരാം എന്നിട്ട് അവനും അവളും വിളിച്ചോണ്ട് ഓരോ റൂമും കാണിച്ചു കൊടുക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv Edits.